മർഹബ ഇംഗ്ലീഷിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പലർക്കും സംശയം കാണും, എന്താണ് ഷുഡ് ഹാവ് ബീൻ, എന്താണ് കുഡ് ഹാവ് ബീൻ, എന്താണ് വുഡ് ഹാവ് ബീൻ, എവിടെയൊക്കെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. ചിലർക്ക് പേടിയാണ് അല്ലേ, വുഡ് ഹാവ് ബീൻ കുഡ് ഹാവ് ബീൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടി വരും. അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല, വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്. മനസ്സിലാക്കിയാൽ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ് വുഡ് ഹാവ് ബീൻ, ഷുഡ് ഹാവ് ബീൻ ആൻഡ് കുഡ് ഹാവ് ബീൻ. അതേപോലെ വുഡ്, ഷുഡ്, കുഡ് എല്ലാം മോഡൽ ഓക്സിലറി വേർബ്സ് ആണ്. അത് മൂഡ്സിനെയും എബിലിറ്റീസിനെ കുറിച്ചും റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ മോഡൽ ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത്. ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പോസിബിലിറ്റീസിനെ കുറിച്ച് പറയാനാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ്, അതേപോലെ മേ ഹാവ്, മൈറ്റ് ഹാവ്, മസ്റ്റ് ഹാവ് എന്നിവയെല്ലാം പാസ്റ്റ് പോസിബിലിറ്റീസിനെ കുറിച്ച്, അതായത് നടക്കാത്ത പാസ്റ്റ് പോസിബിലിറ്റീസിനെ കുറിച്ച് പറയാൻ എങ്ങനെയൊക്കെ സഹായിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. കുഡ് ഹാവ്, വുഡ് ഹാവ്, ഷുഡ് ഹാവ് എന്നിവയുടെ അഡ്വാൻസ് ഫോമാണ് കുഡ് ഹാവ് ബീൻ, ഷുഡ് ഹാവ് ബീൻ ആൻഡ് വുഡ് ഹാവ് ബീൻ. ഇതിൽ വ്യത്യാസം ഒന്നുമില്ല, പേടിക്കേണ്ട. ബി എന്ന് പറയുന്ന വേർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. അപ്പൊ നമ്മൾ പാസ്റ്റ് മോഡൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് പ്ലസ് V3 ഫോം ഓഫ് ദ വേർബ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതിനെയാണ് പാസ്റ്റ് മോഡൽ എന്ന് പറയുന്നത്. സോ വുഡ് ഹാവിന്റെ കൂടെ, ഷുഡ് ഹാവിന്റെ കൂടെ, കുഡ് ഹാവിന്റെ കൂടെ ബി എന്ന് പറയുന്ന വേർബിന്റെ തേർഡ് ഫോം ആയിട്ടുള്ള അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ടുള്ള ബീൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കുഡ് ഹാവ് ബീൻ, ഷുഡ് ഹാവ് ബീൻ ആൻഡ് വുഡ് ഹാവ് ബീൻ. ഇനി ബി എന്ന് പറഞ്ഞാൽ ആണ് എന്നൊരവസ്ഥയാണ്. ബിയുടെ പാസ്റ്റ് ഫോംസ് ഏതൊക്കെയാണ്? വാസ് ഓർ വെയർ. ബിയുടെ പ്രസന്റ് ഫോംസ് ഏതൊക്കെയാണ്? ഈസ്, ആം, ആർ. ഇനി അതേപോലെ ഇതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ബീൻ. പറഞ്ഞു മനസ്സിലായോ? അതായത് ആയിരിക്കുക. ഒരു പ്രത്യേക സിറ്റുവേഷൻസിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ലൊക്കേഷൻസിനോ വേണ്ടിയിട്ടാണ് നമ്മൾ ബി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബീൻ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു പ്രത്യേക സ്റ്റേറ്റിലായിരിക്കുക അല്ലെങ്കിൽ ഒരു പ്രത്യേക ലൊക്കേഷനിലായിരിക്കുക എന്നുള്ളതാണ് ബീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു കുഡ് ഹാവ് ബീൻ. കുഡ് ഹാവ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പാസ്റ്റ് പോസിബിലിറ്റീസ്, ഗസ്സസ്, അതേപോലെ ചോയ്സ്, ഓപ്ഷന് എന്നിവയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ പാസ്റ്റ് പോസിബിലിറ്റി ഒരു സാധനം നടക്കാതിരുന്നാൽ അതിനെക്കുറിച്ച് പറയാനാണ് നമ്മൾ കുഡ് ഹാവ് ബീൻ യൂസ് ചെയ്തത്. അപ്പം ആ കുഡ് ഹാവ് ബീനിന്റെ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥയിലായിരിക്കുകയുമായിട്ട് ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ് ബീൻ എന്നുള്ള ആ വേർബ് ചെയ്യുന്നത്. സോ ഒന്നാമതായിട്ട് നമ്മൾ കുഡ് ഹാവ് ബീൻ പഠിക്കുകയാണ്. കുഡ് ഹാവ് ബീന്റെ മീനിങ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്ന് ഗെസ് അബൌട്ട് എ സിറ്റുവേഷൻ. ഇനി രണ്ടാമത്തെ അതിന്റെ യൂസ് എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് സിറ്റുവേഷൻ സംഭവിക്കാത്ത ഒരു പാസ്റ്റ് സിറ്റുവേഷനെ പറ്റി പറയാൻ നമ്മളെ സഹായിക്കുന്നു കുഡ് ഹാവ് ബീൻ. അതേപോലെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, നമ്മളത് തിരഞ്ഞെടുത്തില്ല, പക്ഷെ ആ ഓപ്ഷൻ മതിയായിരുന്നു എന്ന് പറയുന്നതിന് നമുക്ക് കുഡ് ഹാവ് ബീൻ യൂസ് ചെയ്യാം. സോ നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് കിടക്കാം. ഹി കുഡ് ഹാവ് ബീൻ ദേർ. അവൻ അവിടെ ഉണ്ടായിരുന്നിരിക്കാം. പാസ്റ്റ് പോസിബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. ഹി കുഡ് ഹാവ് ബീൻ ഹേർട്ട് ബട്ട് ഇറ്റ് വാസ് എ മൈനർ ആക്സിഡന്റ്. അപ്പം അവന് മുറിവ് ഉണ്ടാകാമായിരുന്നു, പക്ഷെ ആക്ച്വലി റിയാലിറ്റിയിൽ അവന് മുറിവ് ഉണ്ടായില്ല. അപ്പൊ നമ്മൾ പറയുകയാണ്, അപ്പൊ അങ്ങനെ മുറിവ് ഉണ്ടാകാമായിരുന്നു എന്ന് പറയുന്ന ഒരു പാസ്റ്റ് പോസിബിലിറ്റിയെ പറ്റി പറയുന്നത് എങ്ങനെയാണ്? ഹി കുഡ് ഹാവ് ബീൻ ഹേർട്ട് ബട്ട് ഇറ്റ് വാസ് എ മൈനർ ആക്സിഡന്റ്. അതായത് അവന് അങ്ങനെ സംഭവിക്കാമായിരുന്നു, പക്ഷെ അതൊരു മൈനർ ആക്സിഡന്റ് ആയിരുന്നു. അപ്പോൾ സംഭവിക്കാമായിരുന്നു എന്ന് പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്തു? കുഡ് ഹാവ് ബീൻ യൂസ് ചെയ്തു. ഹി കുഡ് ഹാവ് ബീൻ പൊലൈറ്റ് ദാൻ യെല്ലിംഗ് അറ്റ് വർക്കേഴ്സ്. അതായത് അതിന്റെ മീനിങ് എന്താണ്? അവൻ ജോലിക്കാരോട് ബഹളം ഉണ്ടാക്കുന്നതിനേക്കാൾ മാന്യമായി പെരുമാറിയിരുന്ന് കുറച്ചുകൂടി മാന്യമായി പെരുമാറാമായിരുന്നു. അതായത് രണ്ട് ഓപ്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. ഒന്ന് മാന്യമായി പെരുമാറുക, രണ്ടാമത്തെ ഓപ്ഷനാണ് അവൻ തിരഞ്ഞെടുത്തത്, ജോലിക്കാരോട് ബഹളം ഉണ്ടാക്കി. സോ അപ്പോൾ നമ്മൾ പറയുകയാണ് ഹി കുഡ് ഹാവ് ബീൻ മോർ പൊളൈറ്റ്. അവന് കുറച്ചുകൂടി മര്യാദയാകാമായിരുന്നു ദാൻ യെല്ലിംഗ് അറ്റ് വർക്കേഴ്സ്. അതായത് ജോലിക്കാരോട് ബഹളം ഉണ്ടാക്കുന്നതിനേക്കാൾ അവന് കുറച്ച് മര്യാദയായി പെരുമാറാമായിരുന്നു, അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, പെരുമാറിയാൽ മതിയായിരുന്നു എന്ന് പറയുന്നതിന് നമുക്ക് കുഡ് ഹാവ് ബീൻ യൂസ് ചെയ്യാം. ഹി കുഡ് ഹാവ് ബീൻ സ്ലീപ്പിംഗ് ഇഫ് ഐ ഹാഡ് നോട്ട് വേക്ക് ഹിം അപ്പ്. അതായത് ഞാൻ അവനെ ഉണർത്തിയില്ലായിരുന്നെങ്കിൽ അവൻ ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുഡ് ഹാവ് ബീന്റെ അടുത്തൊരു യൂസ് ആണ് എന്ത്? കണ്ടീഷണൽ പ്രോഗ്രസീവ് സ്റ്റേറ്റ്മെന്റ്സ് എഴുതാൻ നമ്മളെ സഹായിക്കും. കണ്ടീഷണൽ പ്രോഗ്രസീവ് സ്റ്റേറ്റ്മെന്റ്സിന്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് കുഡ് ഹാവ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ്. അതിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എപ്പോഴും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലായിരിക്കും. അതായത് ഇഫ് ഐ ഹാഡ് നോട്ട് വേക്ക്, V3, ഹാർഡ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്. അതാണ് കണ്ടീഷണൽ ടൈപ്പ് 3 എന്ന് നമ്മൾ പറയുന്നത്. കണ്ടീഷണൽസിനെ കുറിച്ച് വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. സോ കുഡ് ഹാവ് ബീൻ എന്തിനൊക്കെ യൂസ് ചെയ്യാം? ഒന്ന് ഗസ്സസ് പറയാൻ അല്ലെങ്കിൽ ഒരു അൺനോൺ ഇൻഫർമേഷനെ കുറിച്ച് ഗസ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. രണ്ടാമതായിട്ട് സംഭവിക്കാത്ത ഒരു പാസ്റ്റ് പോസിബിലിറ്റിയെ പറ്റി പറയാൻ നമ്മളെ സഹായിക്കും.
മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഒരു ചോയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബെറ്റർ ഓപ്ഷനെ പറ്റി പറയാൻ നമ്മളെ സഹായിക്കാൻ കുഡ് ഹാവ് ബീൻ നമ്മളെ സഹായിക്കും. ഇനി മൂന്നാമത്തേത് എന്താണ്? കണ്ടീഷണൽ പ്രോഗ്രസീവ്, അതായത് കണ്ടീഷണലായിട്ടുള്ള ഒരു തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാനും കുഡ് ഹാവ് ബീൻ നമ്മളെ സഹായിക്കും. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഷുഡ് ഹാവ് ബീൻ ആണ്. ഷുഡ് ഹാവ് ബീൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് അത് അഡ്വൈസസ് കൊടുക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഉപദേശം, ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അഭിപ്രായം. അതായത് ഒരു പ്രവൃത്തി ഇങ്ങനെ ആകേണ്ടതായിരുന്നു, ആക്ച്വലി അത് ആയില്ല, ആകേണ്ടതായിരുന്നു എന്ന് പറയാൻ നമ്മളെ സഹായിക്കുന്ന മീനിങ്. അതായത് ആകേണ്ടതായിരുന്നു എന്ന മീനിങ് വരുന്നിടത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഷുഡ് ഹാവ് ബീൻ യൂസ് ചെയ്യണം. ഉദാഹരണം എന്താണ്? യു ഷുഡ് ഹാവ് ബീൻ ഇൻ അറ്റ് സ്കൂൾ നൗ. നീ ഇപ്പോൾ സ്കൂളിലായിരുന്നിരിക്കണം. ദ എക്സാംസ് ആർ കമ്മിങ് നെക്സ്റ്റ് വീക്ക്. ആക്ച്വലി അവൻ വീട്ടിലിരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പറയുകയാണ് യു ഷുഡ് ഹാവ് ബീൻ അറ്റ് സ്കൂൾ റൈറ്റ് നൗ. ദ എക്സാംസ് ആർ കമ്മിങ് നെക്സ്റ്റ് വീക്ക്. നീ സ്കൂളിലായിരിക്കേണ്ടതായിരുന്നു, നിനക്ക് എക്സാം അടുത്ത ആഴ്ച വരികയില്ല. പക്ഷെ ഇപ്പോൾ അവൻ എവിടെയാണ്? വീട്ടിലാണ് ഇരിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? ആകേണ്ടതായിരുന്നു. ദ ലീഡർ ഷുഡ് ഹാവ് ബീൻ മേരി. ഷീ ഈസ് പെർഫെക്റ്റ്. നേതാവ് ആകേണ്ടിയിരുന്നത് മേരിയാണ്, പക്ഷേ മേരി നേതാവായില്ല. അപ്പോൾ നമ്മൾ പറയുകയാണ് ദ ലീഡർ ഷുഡ് ഹാവ് ബീൻ മേരി. മേരി ആയിരിക്കണമായിരുന്നു നേതാവ്, അവൾക്കതിന് യോഗ്യത ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവൾ അതിന് യോഗ്യയായിരുന്നു. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ സംഭവിച്ചില്ല, പക്ഷെ അത് സംഭവിക്കണമായിരുന്നു, ആകണമായിരുന്നു, ആയിരിക്കണമായിരുന്നു എന്ന് പറയാൻ നമ്മൾ ഷുഡ് ഹാവ് ബീൻ യൂസ് ചെയ്തു. ഇനി മൂന്നാമത്തെ, ഐ ഫീൽ ഇറ്റ് ഷുഡ് ഹാവ് ബീൻ മീ ഗോയിങ് ടു കാനഡ ഫോർ ഹയർ സ്റ്റഡീസ്, നോട്ട് ഹിം. അവനല്ല, ഉന്നത പഠനത്തിനായിട്ട് കാനഡയിൽ ഞാൻ പോകേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ആക്ച്വലി എന്നെ അയക്കുന്നതിന് പകരം അവനെയാണ് കാനഡയ്ക്ക് പോകാൻ അയച്ചത്. അപ്പം ഞാൻ പറയുകയാണ്, എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നു, എനിക്ക് തോന്നുന്നു അവന് പകരം ഞാൻ പോകേണ്ടതായിരുന്നു അവന് പകരം. കാരണം അവൻ അവിടെ പോയി പിടിച്ചു നിൽക്കാൻ പറ്റാതെ തിരിച്ചു പോകുന്നു. അപ്പം നമ്മൾ പറയുകയാണ് ഞാൻ പോകേണ്ടതായിരുന്നു, ഞാൻ കാനഡയിൽ അവന് പകരം പോകേണ്ടതായിരുന്നു എന്ന് പറയാൻ നമ്മളെ സഹായിച്ചു ഷുഡ് ഹാവ് ബീൻ. അടുത്തതായിട്ടും അവസാനമായിട്ടുള്ളത് എന്താണ്? വുഡ് ഹാവ് ബീൻ. വുഡ് ഹാവ് ബീൻ എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ പോസിബിലിറ്റീസ് അല്ലെങ്കിൽ ഹൈപ്പോതെറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് നമ്മൾ പറയും. യഥാർത്ഥ കണ്ടീഷണൽ 3 എന്ന് പറയുന്നത് വുഡ് ഹാവ് ബീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആയേനെ, ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തായിരുന്നെങ്കിൽ മറ്റൊരു ഇമാജിനറി സാധനം നടന്നേനെ എന്ന് പറയുന്നത്. ഇത് രണ്ടും ആക്ച്വലി എന്താണ്? പോസിബിൾ അല്ല, ഹൈപ്പോതെറ്റിക്കലാണ്, ഇത് സാങ്കല്പികമാണ്. സോ നമ്മൾ പറയുകയാണ് ജോൺ വുഡ് ഹാവ് ബീൻ ഹിയർ ബട്ട് ഹി ഹാഡ് ഗോട്ട് സ്റ്റക്ക് ഇൻ ദ ട്രാഫിക്. ജോൺ ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നേനെ, പക്ഷെ അവൻ ട്രാഫിക്കിൽ കുടുങ്ങിപ്പോയി, അല്ലേ? അപ്പോൾ ആക്ച്വലി അവൻ ഇവിടെ ഉണ്ടായിരുന്നേനെ എന്ന് പറയുകയാണ്, പക്ഷെ അവൻ അവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ പറയുകയാണ് ജോൺ വുഡ് ഹാവ് ബീൻ ഹിയർ, ഇവിടെ ഉണ്ടാകുമായിരുന്നു, അതൊരു സ്റ്റേറ്റ് ആണ്. ബട്ട് ഹി ഹാഡ് ഗോട്ട് സ്റ്റക്ക് ഇൻ ദ ട്രാഫിക്. ഐ വുഡ് ഹാവ് ബീൻ സക്സസ്ഫുൾ ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് ഹാർഡർ. ഞാൻ നന്നായി പഠിച്ചിരുന്നെങ്കിൽ ഞാൻ വിജയിയാകുമായിരുന്നു, അല്ലെങ്കിൽ വിജയിയായേനെ. പറഞ്ഞു മനസ്സിലായോ? അപ്പം ഞാൻ നന്നായി പഠിച്ചുമില്ല, ഞാൻ വിജയിയായുമില്ല. അപ്പം ഞാൻ പറയാം ഇഫ് ഐ വുഡ് ഹാവ് ബീൻ സക്സസ്ഫുൾ ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് ഹാർഡർ. പറഞ്ഞു മനസ്സിലായോ? അപ്പം നമ്മൾ തേർഡ് കണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ വുഡ് ഹാവ് ബീൻ കഴിഞ്ഞ് ഫോളോ ചെയ്യുന്ന സെന്റൻസ് എപ്പോഴും എന്തായിരിക്കണം? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലായി ആയിരിക്കണം. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ് ആണ്. Okay, I would have been working in Paris if I hadn't got job in Canada. എനിക്ക് കാനഡയിൽ ജോലി കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ പാരീസിൽ ജോലി ചെയ്തേനെ. ഇപ്പോൾ ആക്ച്വലി അവൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്? കാനഡയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവൻ പറയുകയാണ് എനിക്ക് കാനഡയിൽ ജോലി കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ പാരീസിൽ ജോലി ചെയ്തേനെ. ഓക്കെ, ദ സെമിനാർ വുഡ് ഹാവ് ബീൻ ബോറിംഗ് ഇഫ് യു ഹാഡ് ഗോൺ early. നീ നേരത്തെ പോയിരുന്നെങ്കിൽ ഈ സെമിനാർ വളരെ മടുപ്പിക്കുന്നതാകുമായിരുന്നു, അല്ലേ? ഞാൻ ഒറ്റയ്ക്കിരുന്ന ആ സെമിനാർ കേൾക്കേണ്ടി വന്നത് ഭയങ്കര ബോറായി പോയേനെ. ആക്ച്വലി അവൻ നേരത്തെ പോയില്ല, അതുകൊണ്ട് സെമിനാർ ബോറുമായില്ല. പറഞ്ഞു മനസ്സിലായോ? സോ അങ്ങനെ സാങ്കല്പികമായ ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ നമ്മളെ സഹായിക്കുന്നതാണ് വുഡ് ഹാവ് ബീൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വുഡ് ഹാവ് ബീനും കുഡ് ഹാവ് ബീനും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാം. ഏത് സ്റ്റാൻസസിലാണ്? കണ്ടീഷണൽ പ്രോഗ്രസീവ്. വേർ ഈസ് ജോൺ? ഹി കുഡ് ഹാവ് ബീൻ വോക്കിംഗ്. ഹി വുഡ് ഹാവ് ബീൻ വോക്കിംഗ്. അവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാവാം, ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാവാം, കണ്ടീഷണലിൽ ചെയ്തുകൊണ്ടിരിക്കുകയാവാം എന്ന് പറയുന്നതിന് നമ്മൾ പറയുന്നതിന് നമുക്ക് വുഡ് ഹാവ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദി വെർബ് നമുക്ക് യൂസ് ചെയ്യും. ഇനി ഇതിൻ്റെ മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് പാസീവ്, ഹൈപ്പോത്തറ്റിക്കൽ പാസീവ് വോയിസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് കുഡ് ഹാവ് ബീൻ പ്ലസ് വുഡ് ഹാവ് ബീൻ ഓർ പ്ലസ് ഷുഡ് ഹാവ് ബീൻ
ഓർ ഇതിലേതെങ്കിലും +V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമുമായിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് അവിടെ കിട്ടുന്നത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ പാസീവ് വോയിസ് ആണ്. എന്താണ് പാസീവ് വോയിസ് എന്ന് പറയുന്നത്? പ്രവൃത്തി ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ആര് പ്രവൃത്തി ചെയ്തു എന്നുള്ളതിനല്ല ഇമ്പോർട്ടൻ്റ്, ചെയ്യപ്പെട്ടോ എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻ്റ്. അതായത് could have been or would have been plus should have been plus V3, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബ്. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. നേരത്തെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കുട്ടികളെ വീട്ടിലേക്ക് അയക്കപ്പെട്ടേനെ അല്ലെങ്കിൽ വീട്ടിലേക്ക് അയച്ചേനെ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ അയച്ചേനെ അയക്കുന്നു എന്നല്ല, അയച്ചേനെ എന്നുള്ള പ്രവൃത്തിയാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? സ്റ്റുഡൻസ് വുഡ് ഹാവ് ബീൻ സെൻഡ്. സെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻഡിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് സെൻഡ് എന്നുള്ളത്, അയക്കുക എന്നുള്ളത്. സ്റ്റുഡൻസ് വുഡ് ഹാവ് ബീൻ സെൻഡ് ടു ഹോം. ദ ഡിമോണിറ്റൈസേഷൻ കുഡ് ഹാവ് ബീൻ അപ്ലൈഡ് ആഫ്റ്റർ റിസർച്ച്. നോട്ട് നിരോധനം പഠിച്ചതിന് ശേഷം ഏർപ്പാടാക്കാമായിരുന്നു. ഓക്കെ, അപ്പോൾ പഠിച്ചുമില്ല, അതിനു മുമ്പ് ഏർപ്പാടാക്കുകയും ചെയ്തു. ഇനി അടുത്തത്, ദ ഗവൺമെന്റ് ഷുഡ് ഹാവ് ബീൻ അനലൈസ്. ഈ ഗവൺമെന്റ് വിലയിരുത്തപ്പെടേണ്ടതായിരുന്നു. ഈ ഗവൺമെന്റ് വിലയിരുത്തപ്പെടേണ്ടതായിരുന്നു. ആരാണ് വിലയിരുത്തുന്നതെന്ന് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ ഗവൺമെന്റ് എന്ത് ചെയ്യണം? വിലയിരുത്തപ്പെടണം. അതൊന്നും ഈ ജനങ്ങൾ വഴിയായിരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർ വഴിയായിരിക്കാം. ഓക്കെ, അതിനല്ല ഇമ്പോർട്ടൻ്റ്. എന്ത് പ്രവൃത്തി നടത്തപ്പെടുന്നു എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻ്റ് പാസീവ് വോയിസ്. ഓക്കെ, സോ ദ ഗവൺമെന്റ് ഷുഡ് ഹാവ് ബീൻ അനലൈസ്ഡ്. അപ്പോൾ ഹാവ് ബീൻ പ്ലസ് V3 ഫോം അനലൈസ്ഡ് എന്നുള്ളതാണ്. സോ ഇങ്ങനെ ഹൈപ്പോത്തറ്റിക്കൽ പാസീവ് വോയിസ് പറയാൻ നമുക്ക് would have been, could have been, should have been നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ഭാവി ആശംസിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.